എല്ലാവർക്കും സ്വാഗതം. ടോണിയാണെങ്കിലും മാമച്ചായനോടൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പറയുന്നതിനൊക്കെ മാമച്ചായനാണെങ്കിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടേക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. മാമച്ചായൻ്റെ മകൻ കാരണമാണ് ടോണിയുടെ ജീവിതം ഇങ്ങനെയായി പോയതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ മകൻ മരിക്കുന്ന സമയത്ത് നീ ഷെറിൻ്റെ പേര് പോലും കേട്ടിട്ടില്ലായിരുന്നു. എൻ്റെ മകൻ ഇന്നും ജീവനോടെ ഉണ്ടെങ്കിൽ നീ ഷെറിൻ്റെ പേര് പോലും കേൾക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ടോണിക്കാണെങ്കിൽ ടോണി പറഞ്ഞതെല്ലാം തെറ്റായി പോയിന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എല്ലാം പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ ക്ഷമ ചോദിക്കാനേ പറ്റുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഗ്രേസമ്മയാണെങ്കിലും നീ അന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, നിനക്കിങ്ങനെ ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയാം എന്ന് പറഞ്ഞല്ലോ, അതൊരിക്കലും ഞങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു, സത്യമായിട്ടും എനിക്ക് ആ കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ല, അപ്പോൾ എൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അപ്പം മാമച്ചായനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മകൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിനെങ്കിലും കണ്ടാൽ ഞങ്ങൾക്ക് മകൻ്റെ ഒരു ജീവൻ അതിലുണ്ടല്ലോ, അത് കണ്ടെങ്കിലും ആശ്വസിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് ടോണി പറയുന്നത്, എനിക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. അപ്പോൾ രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ടായിരുന്നു, സത്യമാണോ ഈ പറഞ്ഞത് എന്ന്. അപ്പോൾ സത്യമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ടോണി. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാമച്ചായൻ പിന്നീട് അതിന് മുന്നേ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ 6 മാസം കഴിഞ്ഞ് മരിക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ ഒരു 6 വർഷം കഴിഞ്ഞ് മരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഞാൻ ഷെറിനേക്കാളും നല്ലൊരു പെൺകുട്ടീനെ ഇങ്ങനെ കണ്ടെത്തി തരാം, പക്ഷേ നീ 6 മാസമോ 6 കൊല്ലമോ കഴിഞ്ഞിട്ട് മരിക്കണം എന്ന്, അതിന് നിനക്ക് സാധിക്കുമോ, പിന്നീട് എനിക്ക് അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ടോണി ചെയ്ത തെറ്റെല്ലാം ടോണി മനസ്സിലാക്കി മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് എവിടെയാണെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം, അന്വേഷണത്തിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും ചെയ്തു തരാം, ഇതെൻ്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ടോണി പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് രോഹിത് അച്ഛനെ കാണാൻ വേണ്ടി പോകാൻ റെഡി ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛനെ കൂടെ കൊണ്ടുപോയിരുന്നില്ലേ, എന്തിനാണാവോ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ബബിത പറയുന്ന സമയത്ത്, അച്ഛനെ കൊണ്ടുവരാൻ എന്തായാലും മാനേജർ അച്ഛൻ പറഞ്ഞിട്ടില്ല, അലീന ചേച്ചീനെയും കൂട്ടി വരാനാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ എന്തിനാ അലീന ചേച്ചീനെ കൂട്ടി വരാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, അന്ന് അലീന ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ അത് തീർക്കാൻ അലീന ചേച്ചീനോട് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ ബബിത പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഡിസ്മിസ് അടിച്ച് കയ്യിൽ തരാൻ വേണ്ടിയിട്ടായിരിക്കും വിളിപ്പിക്കുന്നതെന്ന്. അപ്പോൾ രോഹിതിനും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേക്കും അലീന പോകാൻ വേണ്ടി റെഡി ആയിട്ട് വരും. അപ്പോൾ ബബിത കൊണ്ടുകൊടുത്ത ചുരിദാറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിതയാണെങ്കിലും ബബിതയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അതിന് മുന്നേ നല്ല ഇഷ്ടത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട്. അലീന ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മുഖം മാറ്റിയിട്ട് പറയുകയാണ്, എന്താ കണ്ണാടി നോക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അലീനയ്ക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട് ചേച്ചി, ഇത് ബബിത വാങ്ങിച്ചെന്നാണോ, എന്നിട്ട് അവൾക്ക് ഇത്രയും സെലക്ഷൻ ഉണ്ടോ, അവളിടുന്ന ഡ്രസ്സെല്ലാം ഒരു ഓഞ്ഞ ഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ബബിതയാണെങ്കിൽ പറയാം, നിങ്ങളിപ്പോൾ പോകാൻ നോക്കുക എന്ന് പറയും. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങും. അപ്പോൾ അലീന ബബിതയോട് പറയുന്നുണ്ടായിരുന്നു, കൃഷ്ണമോള് ട്യൂഷനും കഴിഞ്ഞിട്ടേ എത്തുള്ളൂ, അപ്പോൾ നീ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ രണ്ടുപേരും കൂടെ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ശിവേട്ടനാണെങ്കിൽ ശരണ്യയുടെ അച്ഛനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശരണ്യയുടെ അച്ഛൻ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അയാൾ വന്നിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ശിവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ശരണ്യയുടെ അച്ഛനാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട് കേട്ടോ ശിവൻ സംസാരിക്കുന്ന സമയത്തൊക്കെ. എന്തിനാണ് നിങ്ങൾ വിളിപ്പിച്ചത്, ആ കാര്യം പറയൂ എന്ന് പറയും. അങ്ങനെ പിന്നെ ഹരിയുടെ കാര്യം പറയുകയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ അതുപോലെ തന്നെ രോഹിത് ബാലേന്ദ്രനോട് ക്ഷമിച്ചില്ലേ, അപ്പോൾ എൻ്റെ മകനോടും ക്ഷമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇങ്ങനെ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കോട്ടെ, പക്ഷെ അവൻ്റെ പേരിലുള്ള ആ പോക്സോ കേസ് ഒഴിവാക്കണം, അവന് അതിനു മുന്നേ ഇങ്ങനെ ആ കുട്ടീനോടൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ മകൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. രോഹിത്തിനോട് ക്ഷമിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട്. നിങ്ങളുടെ മകന് അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് നിങ്ങളുടെ മകനെ എൻ്റെ മകളുടെ മുന്നിലിട്ടാണ് അടിച്ചത്. എന്തിനാണെന്നറിയോ, അവൻ ഇങ്ങനെ അവളുടെ ദേഹത്ത് തൊടാത്തതിന്. അപ്പോൾ അവനോട് 1000 തവണ ക്ഷമിച്ചാലും നിങ്ങളുടെ മകനോട് ഒരു തവണ പോലും ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ശരണ്യയുടെ അച്ഛൻ നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അവൻ നിങ്ങളുടെ മകളോട് ഒരു തെറ്റ് ചെയ്തു, അത് ശരിയായ കാര്യം തന്നെയാണ്, അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കോട്ടെ, പക്ഷേ അവനെയും ചതിച്ച് അവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവനെയും കൊടുക്കരുത്. അപ്പോൾ എൻ്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം പറയാനൊന്നും പറ്റില്ല, എനിക്ക് ശരണ്യനോടുകൂടെ ചോദിക്കണം, എന്നിട്ട് തീരുമാനം പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, ഇന്ന് തന്നെ പറയണം കേട്ടോ, എനിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് ശിവൻ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുന്നേ
പിന്നീട് നിങ്ങളങ്ങനെ അത് ഒഴിവാക്കി തരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശരണ്യയുടെ അച്ഛൻ. അപ്പോൾ ശിവൻ പറയും നിങ്ങൾക്ക് 10 ലക്ഷമോ 15 ലക്ഷമോ ഇനിയിപ്പോൾ 20 ലക്ഷമോ എത്ര വേണമെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തരാമെന്ന് പറയുമ്പോൾ അപ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകളുടെ മാനത്തിൻ്റെ വില അല്ലേ, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ താഴ്വഴിയായിട്ടുള്ള സ്വത്തും എഴുതി തന്നാലും അതൊന്നും തീരത്തില്ല എന്ന് പറഞ്ഞിട്ടാട്ടോ ശരണ്യയുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴും ശിവൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ നിങ്ങൾ ഇങ്ങനെ എന്നെ വിവരം അറിയിക്കണേ, എനിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് രോഹിത്തും അലീനയും കൂടെ മാനേജർ അച്ഛൻ്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് കയറി വരാൻ പറയൂ കേട്ടോ. അങ്ങനെ രോഹിത് ബാലേന്ദ്രൻ അല്ലേ എന്നിങ്ങനെ മാനേജർ അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേന്ന് പറയും. അപ്പോൾ നീ ചെറിയ പ്രായത്തിൽ തന്നെ പ്രശസ്തനായല്ലോ, അത് കുപ്രസിദ്ധിയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. നീ പ്രശസ്തനായ സമയത്ത് ഈ കോളേജിനും കൂടെ ചെറിയൊരു പേര് നേടിത്തന്നു, ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാനേജർ അച്ഛൻ കുറേ കാര്യങ്ങൾ രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നേ. രോഹിത്താണെങ്കിൽ എല്ലാം തല താഴ്ത്തി നിന്നുകൊണ്ട് കേൾക്കുകയാണ് കേട്ടോ. അലീനി ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് മാനേജർ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ കാര്യത്തിൽ ഒരു ഇളവ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കോളേജിന് ഒരു അച്ചടക്ക ലംഘന സമിതി എല്ലാവരും കൂടി ചേർന്നെടുത്തൊരു തീരുമാനത്തിൽ ചെറിയൊരു ഇളവ് ഇങ്ങനെ നിനക്ക് വേണ്ടി തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനും ഇവിടുത്തെ പ്രിൻസിപ്പലിനോടും എല്ലാവരോടും ആർഗ്യൂ ചെയ്തു. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ അവരോട് പറയാനുണ്ടായിരുന്നുള്ളൂ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ചു, ഇങ്ങനെ വിധി വന്നിട്ടില്ലല്ലോ, കേസിൻ്റെ വിധി വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പക്ഷേ എനിക്ക് അവരോട് പറയാനുണ്ടായിരുന്നത് ഇങ്ങനെ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും പിന്നീട് ഇത് ഇനി നീ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്നൊക്കെ രോഹിത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മാനേജർ അച്ഛനാണെങ്കിലും രോഹിത്തിനോട് പറയുകയാണ്, നിന്നെ ഡിസ്മിസ് ചെയ്യില്ല എന്നേ ഉള്ളൂ, പക്ഷേ 1 മാസത്തേക്ക് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ സസ്പെൻഷൻ ഉണ്ടായിരുന്ന അത് ലെറ്റർ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ രോഹിത് അത് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും എന്ന് ഉറപ്പിച്ച് തന്നെയാണ്, ഇങ്ങനെ അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാനേജർ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നിനക്കിപ്പോൾ തന്നെ 2 മാസം പോയി എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് 1 മാസത്തെ സസ്പെൻഷൻ ആക്കിയത്. ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് അറിയാം, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ പഠിച്ചെടുത്തോണം എന്നും പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് എക്സാം എഴുതണമല്ലോ, ഡിഗ്രി 3-ാം വർഷമാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു ഇളവ് തന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് അച്ഛനോട് രോഹിത്ത്. അപ്പോൾ രോഹിത്തിനോട് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നീ എന്നോട് മാപ്പ് ചോദിക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ വാക്കെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് നിൻ്റെ കടമയാണ്, അത് നീ ഇങ്ങനെ സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനെ എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറയും രോഹിത്ത്. അപ്പോൾ അലീനയോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഒന്നും മിണ്ടാത്തത്, മുമ്പൊരു ദിവസം വന്നപ്പോൾ നല്ല സംസാരമായിരുന്നല്ലോ, നിൻ്റെ വാക്കിൽ തീ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ ഒന്നും മിണ്ടാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. നീ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, നിന്നെ ആരാ ബൈബിൾ പഠിപ്പിച്ചത്, നീ രോഹിത്തിൻ്റെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നുള്ള ഉത്തരമാണ് കേട്ടോ കൊടുക്കുന്നത്. നിന്നെ ആരാ ബൈബിൾ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ബ്രിജിത്ത മമ്മിയാണെന്ന് പറയട്ടോ. അപ്പോൾ ബ്രിജിത്ത മമ്മിയോ എന്ന് ചോദിക്കും. അതെ, എൻ്റെ വളർത്തമ്മയാണ്, ഞാൻ 23 വർഷം ഓർഫനേജിലാണ് വളർന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രിജിത്ത മമ്മി ആയിരുന്നു ആ ഓർഫനേജിൻ്റെ നടത്തിപ്പുകാരി എന്ന് പറയുമ്പോൾ അച്ഛനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നീ രോഹിത്തിൻ്റെ ചേച്ചിയാണെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ രോഹിത്തിൻ്റെ വീട്ടിൽ കുറച്ച് ഇങ്ങനെ മാസങ്ങൾക്ക് മുന്നേ ജോലിക്ക് വന്നതാണ്, അപ്പോൾ അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബാലചന്ദ്രമേനോനല്ലേ നിൻ്റെ റിയൽ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന അത് പറയുന്ന സമയത്ത് രോഹിത് ഒരു ഞെട്ടലോടുകൂടിയാണ് കേട്ടോ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കറിയില്ലേ എന്ന് ഫാദർ ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് എനിക്കറിയാം, പക്ഷേ അവർക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഭയങ്കര ഒരു അതിശയത്തോടു കൂടിയാണ് കേട്ടോ രോഹിത് അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നത്. ഇതുവരെ ബാലചന്ദ്രമേനോൻ്റെ മകളാണ് അലീന എന്ന് പറഞ്ഞാണല്ലോ അലീനയെ അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെതൊക്കെ ആയിരിക്കാം. അപ്പോൾ അച്ഛൻ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന്. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ അച്ഛന് അലീനയോടൊരു സഹതാപമൊക്കെ വരുന്നുണ്ട് കേട്ടോ.
കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നപ്പോൾ അലീന കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. യേശു ഇങ്ങനെ ആ വേശ്യയെ കല്ലെറിയാൻ എല്ലാവരും നിന്ന സമയത്ത് നിങ്ങളാരും പാപം ചെയ്തിട്ടില്ലെങ്കിൽ അവളുടെ നേർക്ക് കല്ലെറിഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കല്ല് താഴെ ഇട്ടതും പക്ഷെ അച്ഛൻ മാത്രം കല്ല് താഴെ ഇടുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അലീനയോട് പറയുകയാണ്. നീ അന്നത് ചോദിച്ചത് എനിക്കുള്ളൊരു അടിയായിരുന്നു, അതെൻ്റെ മർമ്മത്തന്നെ കൊണ്ടു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ആ സമയത്ത് പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണേ ഫാദർ എന്നൊക്കെ പറയുമ്പോൾ നീ അത് അറിയാതെ പറഞ്ഞതൊന്നുമല്ല, നീ അറിഞ്ഞ് പഠിച്ചിട്ട് തന്നെ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നോട് ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് അലീന പറഞ്ഞ ഓരോ കാര്യങ്ങളും അച്ഛൻ്റെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അച്ഛൻ ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ടായിരുന്നേ. നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു മനുഷ്യനാണ്, പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മറന്നു പോവേണ്ടി വരും, പക്ഷേ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ ഒരാളുള്ളത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീനയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അത് കഴിഞ്ഞ് വൈജയന്തി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാനില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വീട്ടുവേലക്കാരിയായിട്ട് വന്നവളെ ഇവിടെ കാണരുത് എന്നുള്ളത്, അവളെ ഈ വീട്ടിൽ കാണരുത്, അല്ലെങ്കിൽ വൈജയന്തി ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പം ബബിത കുറേ തടയുന്നുണ്ട്, പക്ഷേ ബബിതേനെ പിടിച്ച് ഉന്തിയിട്ട് വൈജയന്തി കാറിൽ കയറി അങ്ങ് പോവും. നേരെ കൊല്ലപ്പള്ളിയിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ശിവനും വൈജയന്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, നീ എന്നും നിന്നെ മാത്രമേ സ്നേഹിക്കാറുള്ളൂ, മക്കളും ഭർത്താവും അതെല്ലാം നിൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് വൈജയന്തിനെ. അത് കഴിഞ്ഞ് പിന്നീട് അലീന തിരിച്ചു വരുമ്പോൾ വൈജയന്തി പോയി എന്നുള്ള വാർത്തയാണ് അറിയുന്നത്. അലീനയും രോഹിതും തിരിച്ചു വരുമ്പോൾ തന്നെ ബബിത ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.